ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ ഈ വർഷം ശമ്പള വർധനവുണ്ടായേക്കുമെന്ന് സർവേ. എല്ലാ വിഭാഗങ്ങളിലും കുറഞ്ഞത് 4% ശമ്പള വർധനവാണ് വിവിധ രാജ്യാന്തര സർവേകൾ പ്രവചിക്കുന്നത്. ജീവനക്കാരിൽ 5-ൽ ഒരാൾ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. വനിതകളിൽ 46% പേർ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗവും കൂടുതൽ ബോണസ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. രാജ്യത്തെ മൊത്തം പ്രവാസികളിൽ 2/3 ഭാഗവും ഈ വർഷം ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ ഇഖാമയ്ക്ക് കുറഞ്ഞത് 30 ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ് അറിയിച്ചു. ഇനി തൊഴിലാളിയുടെ ഇഖാമയുടെ കാലാവധി 30 ദിവസത്തിൽ കുറവാണെങ്കിൽ തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ തൊഴിലുടമയും കുടുംബനാഥനും ഇഖാമ പുതുക്കണമെന്നും ജവാസാത്ത് ആവശ്യപ്പെട്ടു. രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റിട്ടേൺ വിസകൾ നീട്ടാൻ കഴിയുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രവാസിയുടെ ഐഡിയുടെ കാലാവധി 30 ദിവസത്തിൽ കൂടുതലും 60 ദിവസത്തിൽ കുറവുമാണെങ്കിൽ ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കുമെങ്കിലും വിസയുടെ കാലാവധി ഇഖാമയുടെ ശേഷിക്കുന്ന സാധുതാ കാലയളവിലേക്ക് മാത്രമായിരിക്കും. ഇഖാമയുടെ കാലാവധി 60 ദിവസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ 60 ദിവസത്തെ കാലാവധിയുള്ള ഫൈനൽ എക്സിറ്റ് വിസ നൽകുമെന്നും ജവാസാത്ത് അധികൃതർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിർ ബിസിനസ് വഴിയും മുഖീം പോർട്ടൽ വഴിയും തൊഴിലുടമയ്ക്കും കുടുംബനാഥനും അവരുടെ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലാളികളുടെ ആശ്രിത കുടുംബാംഗങ്ങൾക്കും ഫൈനൽ എക്സിറ്റ് വിസ നൽകാമെന്നും ഈ ഇലക്ട്രോണിക് സേവനം സൗജന്യമാണെന്നും യാതൊരു ഫീസും നൽകാതെ തന്നെ ഇതിന്റെ പ്രയോജനം നേടാമെന്നും ജവാസാത്ത് കൂട്ടിച്ചേർത്തു. അതിനിടെ സൗദി അറേബ്യയ്ക്ക് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെയും വിസ നീട്ടാനും ആശ്രിതരുടെ താമസാനുമതി പുതുക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രവാസികൾക്കേറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണിത്. രാജ്യത്തിന് പുറത്തുള്ള പ്രവാസി ആശ്രിതരുടെയും വീട്ടുജോലിക്കാരുടെയും താമസാനുമതി പെർമിറ്റുകൾ പുതുക്കാനും ഇനി മുതൽ കഴിയുമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടിനെ ഉദ്ധരിച്ച് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൂടാതെ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റിട്ടേൺ വിസകൾ നീട്ടാം. നിശ്ചിത ഫീസ് അടച്ച ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള പ്ലാറ്റ്ഫോമായ അബ്ഷിർ വഴിയും മുഖീം പോർട്ടൽ വഴിയും ഗുണഭോക്താക്കൾക്ക് ഈ വിസ പുതുക്കൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും ഡയറക്ടറേറ്റ് കൂട്ടിച്ചേർത്തു. ദുബൈയിലെ ആദ്യത്തെ പറക്കും ടാക്സി വെർട്ടിപോർട്ടായ ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപോർട്ട് DXV എന്ന പേരിൽ ഇനി അറിയപ്പെടും. ഇത് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപത്താണ് പ്രവർത്തിക്കുക എന്നും UAEയുടെ വ്യോമയാന അതോറിറ്റിയായ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. UK ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ സ്കൈ സ്പോർട്സ് ആദ്യഘട്ടത്തിൽ വികസിപ്പിക്കുന്ന 4 എയർ ടാക്സി വെർട്ടിപോർട്ടുകളിൽ ആദ്യത്തേതായ DXVക്ക് ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും ഡിസൈൻ അംഗീകാരം ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. ഏവിയേഷൻ അതോറിറ്റിയും സ്കൈ പോർട്സും സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം 2026 മുതലാണ് ഇവിടെ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ എയർ ടാക്സികൾ സർവീസ് ആരംഭിക്കുന്നത്. US ആസ്ഥാനമായുള്ള ജോബി ഏവിയേഷന്റെ ഇലക്ട്രിക് എയർ ടാക്സികളാണ് 2026 ആദ്യ പാദത്തോടെ ഇവിടെ നിന്നും പറക്കുക. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും വിമാന സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള ജോബി ഏവിയേഷന്റെ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. UAEയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരത്തിനായി അവർ GCAയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. എമിറേറ്റിലെ യുവതീ-യുവാക്കളെ വിവാഹിതരാകാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി 540 കോടി ദിർഹമിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പദ്ധതിക്ക് അംഗീകാരം നൽകി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന 3000-ലധികം യുവതീ-യുവാക്കൾക്ക് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് പദ്ധതി. ജനുവരി 4-ന് ആരംഭിച്ച ഷെയ്ഖ് ഹിന്ദ് ബിൻ മക്തൂം ഫാമിലി പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ ഭവന നിർമ്മാണ പദ്ധതി. ഷാർജയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങൾ ഉടമയ്ക്ക് വിട്ടുകിട്ടണമെങ്കിൽ നിശ്ചിത തുക ഫീസ് നൽകണമെന്ന് അധികൃതർ. ട്രാഫിക് ലംഘനത്തിന്റെ ഗൗരവത്തിനനുസൃതമായി അടയ്ക്കേണ്ട ഫീസും വർദ്ധിക്കും.
ചില കേസുകളിൽ 30,000 ദിർഹം വരെ നൽകിയാലേ വാഹനം വിട്ടുകിട്ടൂ എന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ 2025 1-ാം നമ്പർ തീരുമാനത്തെ തുടർന്നാണിത്. അതേസമയം അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം ആളുകളുടെയും സ്വത്തിന്റെയും സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങൾ നിയമപരമായ കണ്ടുകെട്ടൽ കാലാവധി അവസാനിച്ചാൽ തിരികെ നൽകാനാണ് തീരുമാനമെന്നും ഷാർജ പോലീസ് അറിയിച്ചു. പൊതു റോഡുകളിൽ ലൈസൻസ് ഇല്ലാത്ത ഇരുചക്ര വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ഓടിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഗൗരവമുള്ള നിയമലംഘനമായി കണക്കാക്കിയിരിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായ ബൈക്കുകൾ വിട്ടുകിട്ടുന്നതിന് ഏറ്റവും വലിയ ഫീസായ 30,000 ദിർഹം നൽകണം. എങ്കിൽ മാത്രമേ പിടിച്ചെടുക്കൽ കാലാവധി കഴിഞ്ഞ ശേഷം അത് തിരിച്ചു ലഭിക്കുകയുള്ളൂ. ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ പൊതു റോഡുകളിൽ വാഹനം ഉപയോഗിച്ച് റേസിംഗ് നടത്തിയതിന് പിടിക്കപ്പെട്ട വാഹനങ്ങൾ വിട്ടുകിട്ടാൻ 20,000 ദിർഹം നൽകണം. പൊതു അല്ലെങ്കിൽ സ്വകാര്യ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന രീതിയിൽ വാഹനമോടിച്ച കേസുകളിൽ 15,000 ദിർഹം, മണിക്കൂറിൽ 20 കിലോമീറ്ററോ അതിൽ കൂടുതലോ വേഗതയിൽ വാഹനമോടിച്ച കേസുകളിൽ 10,000 ദിർഹവുമാണ് വാഹനം തിരികെ ലഭിക്കാൻ നൽകേണ്ടത്. വാഹനങ്ങൾക്കിടയിലൂടെ, പ്രത്യേകിച്ച് റോഡിലെ മഞ്ഞവരയുള്ള പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നതും മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ 5,000 ദിർഹം, പരമാവധി വേഗത പരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററിലുള്ള സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ വാഹനമോടിച്ച കേസുകളിൽ 5,000 ദിർഹം, ചെറിയ അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോകുന്ന കേസുകളിൽ 5,000 ദിർഹം, ചുവപ്പ് സിഗ്നൽ മറികടന്ന് വാഹനാപകടമുണ്ടാക്കുന്ന കേസുകളിൽ 5,000 ദിർഹം, നിയമവിരുദ്ധമായ രീതിയിൽ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുകയോ അത് കാരണം വാഹനത്തിന്റെ ശബ്ദം കൂടുകയോ ചെയ്ത കേസുകളിലും പിടിച്ചെടുത്ത വാഹനം തിരികെ ലഭിക്കാൻ 5,000 ദിർഹം എന്നിങ്ങനെ ഫീസായി നൽകേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങൾ, ജോർദാൻ, ലബനൻ, സിറിയ എന്നിവയുടെ ചില പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ഭൂപടം ഇസ്രായേൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ ശക്തമായ ഭാഷയിൽ ഖത്തർ ഭരണകൂടം അപലപിച്ചു. അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെയും നിയമവ്യവസ്ഥകളുടെയും നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടപടിയെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ഇത്തരം വിവാദ ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മേഖലയിലെ സമാധാനത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രത്യേകിച്ചും ഗാസയ്ക്കെതിരെ തുടരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തികളിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ കാര്യത്തിലുള്ള ഖത്തറിന്റെ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു. കൂടുതൽ അറബ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ ഭൂപടം ഔദ്യോഗിക സർക്കാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ അപലപിച്ച് UAEയും രംഗത്തെത്തിയിരുന്നു. ഭൂപടങ്ങൾ അധിനിവേശം വ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും UAE ഓർമ്മിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.